ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഈ റമദാനിൽ നമ്മൾ എന്തു ചെയ്യണം എന്ന ഒരു ചെറിയ മാർഗനിർദ്ദേശമാണ് നൽകുന്നത്. അത് കേൾക്കാൻ തയ്യാറാവണം. ഖുർആന്റെ മാസമാണ് റമദാനെങ്കിൽ എന്താണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്? ഖുർആൻ നന്നായിട്ട് ഓതണം. ഖുർആൻ ഓതാത്ത ഒരു റമദാനാവൂല. ആ റമദാൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കൂല. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ റമദാനിൽ ഖുർആനോടുള്ള ബന്ധം ഇരട്ടിപ്പിക്കണം. അതിന്റെ തെളിവാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാനേതര മാസങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഖത്തമാണ് ഓതിയിരുന്നത്. വിശുദ്ധ ഖുർആൻ ഡയലി ഒരു ഖത്തം ഓതിയിരുന്നു. ഈ ചർച്ചയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ്. സമയം കുറവായതുകൊണ്ട് ഇനി നീട്ടി ചെയ്യേണ്ടതില്ല. അതിനെപ്പറ്റിയൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്. എങ്ങനെയാണ് ഷാഫി ഇമാം ഒരു ഖത്തം ഓതിയത് എന്നൊക്കെ ആ സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. അതൊരു കറാമത്താണ്. അക്ഷരങ്ങൾ ചുരുട്ടിക്കൊടുക്കുക എന്ന കറാമത്താണ്. ഞാൻ ഒരു മണിക്കൂർ ഇവിടെ സംസാരിച്ച വിഷയം അത് സ്പീഡിൽ പ്ലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അത് തീർക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ എന്താ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ത്വയ്യുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ വായിൽ ചുരുട്ടിക്കൊടുക്കുക, ഒറ്റ അക്ഷരവും നഷ്ടപ്പെടാതെ പെട്ടെന്ന് അത് ഓതിയെടുക്കുക. അപ്പൊ ഹാഫിളീങ്ങളായ ആളുകൾക്ക് അവർക്ക് നമ്മളെക്കാൾ സ്പീഡിൽ ഓതാൻ പറ്റും. ഞാൻ പറയുന്നത് ഓതി തഴങ്ങും തോറും സ്പീഡിൽ പാരായണം ചെയ്യാൻ കഴിയും. എന്നാലും അവരുടെ തജ്വീദ് നിയമം ഒന്നും വിട്ടുപോകില്ല. അപ്പൊ ഏതായാലും അതൊരു വലിയ കറാമത്തിന്റെ ലോകാണ്. നമ്മൾ അതിലേക്ക് ആ ചർച്ചയിലേക്കല്ല പോകുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്ത കാലത്ത് ഒരു ഖത്തം ഓതിയപ്പോൾ റമദാനിൽ ഇമാം ഷാഫിഈ തങ്ങൾ അത് ഡബിളാക്കി 2 ഖത്തം ഓതി. നമുക്കിപ്പോ ഒരു ഖത്തം ഒരു ദിവസം ഓതണമെങ്കിൽ അത് കറാമത്താന്ന് പറയാൻ കാരണം ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റ് വേണം. ഇന്നലെ ഇപ്പോ ഫേസ്ബുക്കിലാണെന്ന എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചുമോള് 9.25 മണിക്കൂർ കൊണ്ടാണ് 9 മണിക്കൂർ 15 മിനിറ്റ് സമയം കൊണ്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സുന്ദരമായി പാരായണം ചെയ്തു എന്ന് കണ്ടു. ഹാഫിളത്താണ്. അപ്പൊ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കൊക്കെ അരമണിക്കൂർ വരും ഖുർആൻ ഓതാനെങ്കിൽ ഹാഫിളീങ്ങൾക്ക് 20 മിനിറ്റിലധികം വരൂല. അതിന്റെ താഴെ അവർ സുഖമായിട്ട് ഒരു ജുസ് പാരായണം ചെയ്യും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സാധാ ലെവൽ അനുസരിച്ച് പറയുമ്പോൾ അരമണിക്കൂർ വേണം ഒരു ജുസ് ഓതാൻ. അപ്പൊ 15 മണിക്കൂർ ഖുർആൻ ഓതിയെങ്കിലേ ഒരു ഖത്മ് തീരുള്ളൂ. 24 മണിക്കൂറിൽ 15 മണിക്കൂർ ഖുർആൻ ഓതാൻ നീക്കി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് കറാമത്താണ് ഇത് പറഞ്ഞു മാറ്റി വെച്ചത്. ഏതായാലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്തപ്പോ ഒന്നുള്ളത് റമദാനിൽ 2 അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ അല്ലാത്തപ്പോ എന്നും ഒരു ജുസ് ഓതാറുണ്ട്, റമദാനിൽ 2 ജുസ് ഓതണം. ഇതാപ്പോ ഞാൻ പറയുന്നത്. റമദാൻ അല്ലാത്ത കാലത്ത് ഒരു പേജ് ഓതാറുണ്ട്, റമദാനിൽ അത് ഒരു ജുസ് എങ്കിലും ഓതണം. ബർക്കത്തിന് ഒരു പേജ് ഓതലുള്ളൂ റമദാൻ അല്ലാത്തപ്പം. എന്നാൽ റമദാനിൽ അതൊരു ജുസ് ആക്കി മാറ്റുക. അങ്ങനെ ഒരു ഖത്തം തീർക്കുക. ഞാൻ അവിടെയല്ല നിൽക്കുന്നത്. എന്റെ ക്ലാസ്സിൽ വരുന്ന കൂട്ടുകാരോട് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഖത്തം നിങ്ങൾ റമദാനിൽ ഓതണം. അതൊക്കെ ഇപ്പൊ എന്നും ഒരു ജുസ് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത് അരമണിക്കൂർ സമയമാണ്. 23.5 മണിക്കൂറും വിട്ടുനിന്നു. നമ്മളെ മറ്റെല്ലാ പണിയും നടക്കട്ടെ. ഒരു അരമണിക്കൂർ വിശുദ്ധ ഖുർആന് വേണ്ടി നീക്കി വെക്കണമെന്ന് ഞാനിവിടെ പറയുന്നത് റമദാനിലേക്കല്ല. ഈ റമദാൻ കഴിഞ്ഞാലും, ഇപ്പോൾ നിലവിലില്ലാത്തവർ റമദാൻ കഴിഞ്ഞാലും അത് തുടരണം. അരമണിക്കൂർ പടച്ചോന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ എന്തിനാ നമ്മളെ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സാധനത്തിന്റെ മുമ്പില്, ഈ മൊബൈലിന്റെ മുമ്പില് 5-6 മണിക്കൂർ തല ഒടിച്ചിരുന്ന് കഴുത്തൊടിച്ചിരുന്ന് നമ്മളിത് തോണ്ടിക്കളിക്കുമല്ലോ. പേജ് തീരാത്ത ഫേസ്ബുക്ക് നമ്മളങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും ആയിട്ട് നമ്മളെ സമയം ശരിക്കും നമ്മൾ കൊല്ലുകയാണ്. എത്ര മണിക്കൂറാ കുത്തിയിരിക്കുന്നത്? അപ്പൊ ഒരു അരമണിക്കൂർ വിശുദ്ധ ഖുർആൻ ഓതാൻ നീക്കി വെക്കുന്നതിന് എന്ത് തടസ്സാണ് നമുക്കുള്ളത്?
അതിന് നമുക്ക് സമയമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബിന്റെ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ അവന്റെ ഭക്ഷണവും വെള്ളവും കഴിച്ച് കുടിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാൻ നമുക്ക് അവകാശമുണ്ടോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോ പറയുന്ന ഈ വിഷയമൊന്നും ഇല്ല എന്നാണ് ഓരോരുത്തർക്കും പറയാൻ തോന്നുന്നതെങ്കിൽ നിങ്ങളെ ജീവിതത്തിലെ മഹാനഷ്ടായിരിക്കുന്നത്. ഇതല്ല ജീവിതം. നാളെ ഒരു ജീവിതം വരാനുണ്ടെന്ന ഓർമ്മ നല്ലോണം വേണം. അവിടെ നമ്മളെ രക്ഷിക്കാനുണ്ടാവുക ഖുർആനാണ്. എന്നും ഖുർആൻ ഒരു ജുസ് പാരായണം ചെയ്യണം. അതിനൊരു സമയം കണ്ടെത്തണം, അരമണിക്കൂർ. അത് റമദാനിൽ 2 ജുസ് ഓതാം. ഒന്നും കൂടെ പഴയ കാലത്തേക്ക് ഉമ്മമാര് ശരാശരി ഒരു 3 ജുസ് ഓതാത്ത ഒറ്റ ഉമ്മയില്ലായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, 3 ജുസ് ഒരു ദിവസം ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഖത്മ് തീരൂലേ റമദാൻ കഴിയുമ്പോഴേക്ക്? ഇങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ? അങ്ങനെ ആലോചിക്കാനുള്ള തടസ്സപ്പെന്താ? 3 ഖത്മ് റമദാനിൽ ഓതാൻ ഒരു ദിവസം എത്രയാ ഖുർആൻ ഓതേണ്ടത്? 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഖുർആൻ ഓതിയാ മതി. ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ല. 5-6 മണിക്കൂർ ഇതിന്റെ മുമ്പ് കളയില്ലേ? അത് ഒരു 1.5 മണിക്കൂർ. ഒരു 1.5 മണിക്കൂർ വിശുദ്ധ ഖുർആൻ ഓതാൻ അങ്ങ് നീക്കി വെച്ചാൽ സുഹൃത്തെ വെറുതെ കിട്ടുന്നതാട്ടോ. നാളെ സുറാത്ത് പാലത്തിലൂടെ ഓടിപ്പോകാം. അന്ന് സന്തോഷിക്കും, അന്ന് ചിരിക്കും, സംശയിക്കണ്ട. അന്ന് ചിരിക്കാൻ അവസരം ഉണ്ടാകും. അതിന് 1.5 മണിക്കൂർ ഖുർആൻ കണ്ടിന്യൂ ആയിട്ട് ഓതുക എന്നുള്ളത് ചിലർക്ക് പ്രയാസമായിരിക്കും. അവരുടെ മുമ്പിൽ ഞാൻ ചെറിയൊരു മാർഗം പറയാം. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം. എന്നല്ല, സ്വീകരിക്കണം. സുബഹിക്ക് ശേഷം ഒരു അരമണിക്കൂർ, ളുഹറിന് ശേഷം ഒരു അരമണിക്കൂർ, അസറിന് ശേഷവും ഒരു അരമണിക്കൂർ ഖുർആൻ ഓതിയ 3 ഖത്മാവും. ഇത്രയേ ഉള്ളൂ. 3 നിസ്കാര സമയങ്ങളിൽ അരമണിക്കൂർ വീതം ഖുർആൻ ഓതുകയാണെങ്കിൽ 3 ഖത്മ് ഓതാൻ പറ്റും റമദാൻ മാസത്തിൽ. ഒരു പ്രയാസമുള്ള കാര്യേ അല്ല. എന്താ ഇപ്പൊ നമുക്കതിനുള്ള തടസ്സം? ആ 3 സമയവും നല്ല സമയമാണ്. ളുഹറിന്റെ ശേഷം, അല്ല സുബൈന്റെ ശേഷം, ളുഹറിന്റെ ശേഷം, അസറിന്റെ ശേഷം. മഗ്രിബിന്റെ ശേഷം ഓതുക എന്ന് പറഞ്ഞാൽ നടന്നോളന്നില്ല. നോമ്പ് തുറ തിരക്കുകളായിരിക്കും. ഇശാഇന്റെ ശേഷം നിസ്കാരം, തറാവീഹ് അങ്ങനെയും പോകും. അപ്പൊ നമുക്ക് പറ്റിയ സമയമാണ് സുബൈന്റെ ശേഷം. എന്നാലോ ളുഹറിന്റെ ശേഷവും അസറിന്റെ ശേഷം എനിക്ക് ഒഴിവുണ്ടാവില്ല, എന്നാൽ സുബൈന്റെ ശേഷം എന്നോട് ഓതിക്കളാം ഒരു 1.5 മണിക്കൂർ. അത് കഴിയൂലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇനി അതും പ്രയാസമായി തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാണ്, അറബികളൊക്കെ ചെയ്യും പോലെ അങ്ങനെയും ചെയ്യാം. അറബികളൊക്കെ സാധാരണ ഖുർആൻ പാരായണ രീതി, അവരുടെ പാരായണ രീതി ഗൾഫുകാർക്കറിയാം. ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പള്ളിയിലെത്തും. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് അവർ പള്ളിയിലെത്തും. എന്നിട്ട് ബാങ്ക് കൊടുത്ത് ആ ഉളു എടുത്ത് നിസ്കരിച്ച് ഒരു 20 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ 15 മിനിറ്റ് സുഖമായിട്ട് അവർക്ക് ഖുർആൻ ഓതാൻ കിട്ടും. നമ്മളെ അവസ്ഥ എന്താണ്? നമ്മളെ വാപ്പാര അവസ്ഥ, നമ്മളെ അവസ്ഥ, നമ്മളെ ജ്യേഷ്ഠന്മാരി അനുജന്മാരുടെ ഒക്കെ അവസ്ഥ. അഥവാ പള്ളിയിലെത്തിയാ തന്നെ, പള്ളിയിലെത്തിന്ന് സങ്കല്പിക്കുക, എന്നാൽ ഉളു എടുത്ത് നിസ്കരിച്ചിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ പിന്നെന്താ പറയാ? പിന്നെന്താ പരിപാടി? വാ മൊയ്തീനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ഈ ചേറ്റുപടിയിലിരുന്ന്, പള്ളിത്തിണ്ണയിലിരുന്ന് വെറുതെ ഗീബത്തും നമീമത്തും പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് സമയം കളയാം, ബടായി പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറബികൾ ഒരിക്കലും ഇങ്ങനെ ഈ പള്ളി വന്നിരുന്നതിന്റെ ശേഷം ഈ ബടായി പറയുന്നത് കാണൂല. നിറയെ മുസ്ഹഫുകൾ ഉണ്ടാവും ഗൾഫ് പള്ളികളിൽ. നമ്മളെ പള്ളിയിലും ഉണ്ട്. പക്ഷെ നമ്മളെ പള്ളിയിലെ മുസ്ഹഫ് അത് റമദാൻ മാസത്തിൽ ഒന്ന് പൊടിയെട്ടി ക്ലിയർ ആക്കല. അവരെ പള്ളിയിലെ മുസ്ഹഫ് ഒരൊറ്റ ഒന്നിൽ പൊടി ഉണ്ടാവില്ല. ഒന്ന് നോക്കേണ്ടി. കാരണം അത് എപ്പോഴും എടുക്കണോ ഓതുനുമാണ്. അവർക്ക് റമദാൻ മാസത്തിൽ മാത്രമല്ല ഖുർആനോത്ത്, എന്നും ഓതും. അങ്ങനെ ളുഹറിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ്, ളുഹർ നിസ്കരിച്ചതിന്റെ ശേഷവും ഒരു 15 മിനിറ്റ്. ഒരു വെറുപ്പും ചടപ്പും തോന്നാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അസറിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ്, അസറിന്റെ ശേഷം ഒരു 15 മിനിറ്റ്, നേരത്തെ പറഞ്ഞ സുബഹിയുടെ മുമ്പും ശേഷവും 15 മിനിറ്റ്, ളുഹറിന്റെ മുമ്പും ശേഷവും അസറിന്റെ മുമ്പും ശേഷവും. അങ്ങനെ ആയാലും 3 ഖത്മ് ഓതാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇച്ഛാശക്തി വേണം.
ഒരു കാര്യത്തിന് തീരുമാനം എടുത്താൽ ഞാനത് ചെയ്യുന്നു തോന്നണം. നമ്മൾ ഇമാം ഷാഫിഈ തങ്ങളുടെ അനുയായികളാണെന്ന് പറഞ്ഞ് വണ്ണം വെച്ച് നടക്കുന്നതിൽ എന്തർത്ഥമുണ്ട്? റമളാൻ മാസത്തിൽ പോലും ഒരു ഖത്തം പോലും ഓതാത്തവർ, അപ്പൊ 3 ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതണം. ഇനി ഏറ്റവും ചുരുങ്ങിയത് എന്റെ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ ആളുകളോടും നിർബന്ധപൂർവം പറയാണ്, നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി, ഇത് ഏറ്റെടുത്തേ പറ്റൂ. എന്തിനാണ് നമ്മൾ ഇത്രയും കാലം ക്ലാസ്സിന് വന്നത്? അതുകൊണ്ട് ഏറ്റെടുത്തേ പറ്റൂ. ഒരു ഖത്തം, അതായത് ഒരു ജുസ്, അരമണിക്കൂർ ഖുർആൻ ഓതാത്ത ഒരൊറ്റ കുട്ടിയും ഈ ക്ലാസ്സിൽ ഉണ്ടാവരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ആളെ തികക്കാൻ, എണ്ണം തികക്കാനല്ലോ ഈ പരിപാടി. അത് റമളാൻ കഴിഞ്ഞാലും തുടരണം. ബറക്കത്തിനൊരു പേജെങ്കിലും ഓതാത്തവരുണ്ടാവരുത് ഒരു ദിവസം. റമളാനിൽ ഒരു ഖത്തമെങ്കിലും ഖുർആൻ ഓതാതിരിക്കരുത്. അതിന് നിങ്ങൾ സമയം കാണുന്ന വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഖുർആൻ ഓതുക എന്നത് ഖുർആനോടുള്ള ഒന്നാമത്തെ ബാധ്യതയാണ്. ഖുർആനോടുള്ള രണ്ടാമത്തെ ബാധ്യത എന്താണ്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആന്റെ മാസമായ റമളാനിൽ ഖുർആനിനോടുള്ള 3 ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. 1 തിലാവത്തുൽ ഖുർആൻ, 2 ദിറാസത്തുൽ ഖുർആൻ, 3 ഇമാമത്തുൽ ഖുർആൻ. അങ്ങനെ 3 എണ്ണമാണ്. ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, ഖുർആനിന്റെ ലീഡർഷിപ്പ്. ഇമാമത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കാം. ഇതാണ് ഇമാമത്തുൽ ഖുർആൻ. ഇമാമത്ത് ഖുർആനെ വിട്ടുകൊടുക്കുക. എന്റെ ഇമാമ് ഖുർആനാണ്, നീ എങ്ങനെയാ കുടുംബജീവിതം നയിക്കുന്നത്? അൽ ഖുർആനു ഇമാമി. കുടുംബജീവിതത്തിൽ എന്റെ ഇമാമ് ഖുർആനാണ്. ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്റെ കുടുംബജീവിതം. ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്റെ കച്ചവടം. ഖുർആൻ പറഞ്ഞതുപോലെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെയാ നിസ്കരിക്കുന്നത്, നോമ്പോൽക്കുന്നത്, ഖുർആൻ ഓതുന്ന അയൽവാസികളുമായി പെരുമാറുന്നത്, എല്ലാം അങ്ങനെ പറയാൻ പറ്റണം. അതാണ് അൽ ഖുർആനു ഇമാമി. അപ്പൊ 3 കാര്യങ്ങളാണ്. 1 ഖുർആൻ ഓതണം, 2 ഖുർആന്റെ ആശയം പഠിക്കണം, 3 ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആൻ അനുസരിച്ച് നമ്മളെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണം. ഈ 3 സംഗതികൾക്കും പറ്റിയ മാസമാണ് പരിശുദ്ധ റമളാൻ. ഖുർആൻ ഓതാൻ പറ്റിയ മാസമാണോ എന്ന് ചോദിക്കണ്ട. ഇനി ഖുർആന്റെ ആശയ പഠനത്തിന് പറ്റിയ മാസമാണോ? തീർച്ചയായിട്ടും. ആശയ പഠനത്തിന് പറ്റിയ ഇതിലും നല്ല മാസം ഏതാ? വിശുദ്ധ ഖുർആനെ റമളാനിനേക്കാൾ. കാരണം എല്ലാ സ്ഥലത്തും പഠന ക്ലാസ്സുകൾ ഉണ്ടാകും. കൊണ്ടോട്ടി മസ്ജിദുൽ ഫതഹിൽ ക്ലാസ് ഉണ്ടാകും, റമളാൻ ക്ലാസ്സുകൾ. നമ്മൾ വരണം, കേൾക്കണം. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആന്റെ ആശയം. നമ്മൾ ഈ ചെയ്യുന്നത് ഖുർആൻ പഠനമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇനി അതല്ല, ഫിഖ് ക്ലാസ് അല്ലേ, ഹദീസ് ക്ലാസ് അല്ലേ, തസവുഫിന്റെ ക്ലാസ് അല്ലേ, അതിലൊക്കെ ഇപ്പൊ നമ്മൾ പങ്കെടുക്കണോ? അതൊക്കെ തന്നെയാണ് ഖുർആന്റെ ആശയ പഠനം. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിഖ് പഠിക്കലാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹദീസ് പഠിക്കലാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് തസവുഫ് പഠിക്കലാണ്. അതൊക്കെ ഖുർആനാണ്. ഖുർആന്റെ ആശയ തലങ്ങൾ ഇമാമിങ്ങൾ വ്യത്യസ്ത വീക്ഷണ കോണിലൂടെ എഴുതി രേഖപ്പെടുത്തിയതാണ്. സുഹൃത്തുക്കളെ, ഈ പറയുന്ന ഇൽമുകളൊക്കെ മുത്തുനബി പറഞ്ഞു പരിചയപ്പെടുത്തിയതും ഇമാമിങ്ങൾ എഴുതി ശേഖരിച്ചു വെച്ചതും. ഇത് പഠിക്കൽ തന്നെയാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞത്, അല്ലാതെ പരിഭാഷ വായിക്കലല്ല. അത് ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധാണ്. ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധാണ് പരിഭാഷ. അത് ഒരുപാട് പോരായ്മകൾ അതിനുണ്ട് വ്യാഖ്യാനത്തെക്കാൾ. നമ്മളിപ്പോ നടത്തുന്ന ക്ലാസ് പരിഭാഷയല്ല, അർത്ഥം പറയും പിന്നെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനമാണ് വേണ്ടത്. ആ വ്യാഖ്യാനം ചെറുതായിട്ടാവാം വലുതായിട്ടാവാം. ഇപ്പൊ നമ്മൾ ഓതി വെച്ച ഈ ആയത്ത് ഞാൻ മുമ്പ് ഇവിടെ പരാമർശിച്ചു പോയിട്ടുണ്ട്, കുറെ മുമ്പായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പരിഭാഷയും അതുപോലെ തന്നെ വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ ഓതി വെച്ചൊരായത്തുണ്ട്. ഏത്? പരിശുദ്ധ റമളാൻ അത് ഖുർആന്റെ മാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു, ആരെങ്കിലും റമളാൻ മാസത്തിൽ ഹാജർ ഉറപ്പിച്ചാൽ, റമളാൻ മാസത്തിൽ പ്രസൻസ് ഉറപ്പിച്ച ഒരാള്, അയാള് എന്താ ചെയ്യേണ്ടത്? അയാളോട് പറയാ ഫല്യസുംഹു, അയാൾ ആ റമളാനിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ.
എന്നിട്ട് പറഞ്ഞു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഒരാൾ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അയാള് എത്ര ദിവസമാണോ രോഗം കാരണം യാത്ര കാരണം ഇയാൾക്ക് നോമ്പ് മുടങ്ങിയത് റമളാൻ മാസത്തിൽ, അത്രയും ദിവസം റമളാനേതര മാസങ്ങളിൽ നിന്ന് എണ്ണി ഖളാ വീട്ടട്ടെ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ദാ പറഞ്ഞത്. ഇപ്പൊ ആ ഒരായത്ത് എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ഞാൻ മുമ്പ് പ്രസംഗിച്ചപ്പോ എന്തോ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗൾഫ് യാത്ര നടത്തിയത് കുവൈത്തിലേക്കായിരുന്നു. കുവൈത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരു റമളാനിന്റെ പട്ട പകലിലാണ്. എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് 8-9 മണിയാവുമ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്നത്. സുബഹിയൊക്കെ നിസ്കരിച്ചതിന്റെ ശേഷമാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പം ഭക്ഷണ വിതരണം നടക്കുന്നു. പാക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ സീറ്റിന്റെ തൊട്ടു മുമ്പിലുള്ള സീറ്റിലുള്ള 2 പേര് കണ്ടാൽ മുസ്ലിമീങ്ങളാണ്. അവർ 2 പേരും അത് പൊട്ടിച്ചിട്ട് കഴിക്കുക. റമളാനിലാണ്, പകലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, റമളാനല്ലേ? അതിലൊരു സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തെ റമളാനല്ലേ, റമളാന്റെ പകല് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്തോ കാരണങ്ങളാൽ നോമ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലല്ലോ. എടുത്ത വഴിക്ക് അയാൾ എന്നോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ലല്ലോ. ഞാൻ പറയുന്നത് പരിഭാഷയുടെ പോരായ്മകളാണ്. ഇയാൾ പരിഭാഷ വായിച്ച് കുടുങ്ങിയതാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സുഹൃത്തെ യാത്രക്കാരന് നോമ്പ് നിർബന്ധമല്ലെന്നോ? യാത്രക്കാരന് നോമ്പിന് ഇളവ് കിട്ടണമെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട്. അയാളുടെ യാത്ര സുബഹിയുടെ മുമ്പ് തുടങ്ങിയിരിക്കണം. യാത്ര തുടങ്ങിയിരിക്കണം. നമ്മളൊക്കെ നേരം വെളിച്ചോദിച്ചതിന്റെ ശേഷമാണ് റൂമിൽ നിന്ന് പുറപ്പെട്ടല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ആണോ? പിന്നെ എങ്ങനെയാ നോമ്പ് ഉപേക്ഷിക്കുക? അതിന് യാത്രക്കാരന് നോമ്പില്ല എന്ന് പറഞ്ഞോടത്ത്, യാത്രക്കാരന് ജുമുഅ ഇല്ല എന്ന് പറഞ്ഞോടത്തും നിയമം അത് തന്നെ കേട്ടോ. സുബഹിന്റെ മുമ്പ് യാത്ര തുടങ്ങിയവനെ ഈ പറഞ്ഞതൊക്കെ ബാധകാവുള്ളൂ. അല്ലാത്തവൻ വഴിയിൽ എവിടെയെങ്കിലും ജുമുഅക്ക് അവസരം കണ്ടെത്തിക്കൊള്ളണം, നിർബന്ധാണ്. അപ്പോ സുബഹിയുടെ മുമ്പ് യാത്ര തുടങ്ങിയിരിക്കണം. ഇത് പറഞ്ഞപ്പം തൊട്ടടുത്ത് ഇയാളുടെ സീറ്റിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഒരു സഹോദരൻ, അയാള് വളരെ കടുത്ത ഭാഷയിൽ എന്നോട് പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഫിഖ്ഹിന്റെ നൂലാമാലകളല്ലേ? അയാൾ പറയണം, അതൊക്കെ നിങ്ങളുടെ ഫിഖ്ഹിന്റെ നൂലാമാലകളല്ലേ? പടച്ചോൻ അവന്റെ ഖുർആനില് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴേക്ക് ആയത്തോതി. ഇതാണ് ഇവരുടെ സ്വഭാവം. പരിഭാഷ വായിക്കുക, അതങ്ങനെ മനപ്പാടാക്കി വെക്കുക, ഇതാ ദീന് എന്ന് വിശ്വസിച്ചു. അതുകൊണ്ടുണ്ടായ അപകടം ഞാൻ പറഞ്ഞു. അവിടെ ആയത്തോതി, വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഒരാൾ രോഗിയാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും യാത്രയുടെ രോഗത്തിന്റെ പേരിൽ അയാൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് റമളാനേതര മാസങ്ങളിൽ ആ ദിവസം എണ്ണി ഖളാ വീട്ടണം. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഖളാ വീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്, ഇവിടെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇതേ ആയത്ത് വെച്ചിട്ടാ പറഞ്ഞത്, യാത്രക്കാരന് നോമ്പിൽ ഇളവ് വേണമെങ്കിൽ സുബഹിയുടെ മുമ്പ് പുറപ്പെടണം. അത് ഈ ആയത്തുനിന്നാ മനസ്സിലാക്കിയത്. നിങ്ങൾ ആയത്തിന്റെ ഉള്ളിലേക്ക് പോയില്ല, അവിടെയാ കുഴപ്പം. അപ്പൊ എന്താ വിഷയം? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ. രോഗിക്ക് അറബിയിൽ ലളിതമായി മരീള് എന്നാണ് പ്രയോഗിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറബി ചെറുതായിട്ട് അറിയുന്നവർക്ക് തന്നെ അറിയും. രോഗിക്ക് അറബിയിൽ മരീള് എന്നാ പറയാ. അതുപോലെ കോമൺ ആയിട്ട് യാത്രക്കാരൻ എന്താ അറബിയിൽ ഉപയോഗിക്കുക എന്ന് വെച്ചു. ഇയാൾ അതിന് മുമ്പ് ആയത്തൊക്കെ ഓതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തിനാ അത് ചോദിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ പെട്ടെന്ന് പറഞ്ഞു മുസാഫിർ എന്ന്. കാരണം അങ്ങനെ പറയുള്ളൂ. മരീള് രോഗി, മുസാഫിർ യാത്രക്കാരൻ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തേ പടച്ചോൻ അങ്ങനെ പറയാതിരുന്നത്? വമൻകാന മരീളൻ ഔ മുസാഫിറൻ എന്നല്ലല്ലോ പറഞ്ഞത്. വമൻകാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. പടച്ചോൻ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ തന്നെ പറയുന്നു ഇങ്ങനെയാ പറയേണ്ടത്. കോമണായി പറയുമ്പോൾ ഇങ്ങനെയാ പറയേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് പടച്ചോൻ അവിടെ ഒന്ന് മാറ്റി
ഒരു സ്പെഷ്യൽ പ്രയോഗം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഈ പ്രയോഗമാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്. വമൻ കാന മരീളാ, നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ, ഔ അലാ സഫർ, യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഓൾറെഡി യാത്രക്കാരനായിരിക്കണം, നേരത്തെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം, അപ്പോഴേ നോമ്പിന് ഇളവുള്ളൂ. ഈ പാഠം കിട്ടാനാണ് ഔ മുസാഫിറൻ എന്ന് പറയാതെ ഔ അലാ സഫർ എന്ന് പറഞ്ഞത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ ഇയാൾ പറഞ്ഞു, അത്രത്തോളം ഞാൻ ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു സാമ്പിള് മാത്രമാണ്. ഇതുപോലെ നിങ്ങൾ ആയിരക്കണക്കിന് മസാലകൾ ഉണ്ടല്ലോ ഇമാം ഷാഫിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ഗവേഷണം നടത്തിയത് ഹുട്ടി മുജ്തഹിദുകളായി, അതൊക്കെ അബദ്ധങ്ങളാണ്. ഇതിപ്പോ ഒരു ചെറിയ സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് മല പോലെയുള്ള ഈ ഇമാമിങ്ങളുടെ വിജ്ഞാനത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫിഖ് പഠിക്കൽ തന്നെയാണ്, ഹദീസ് പഠിക്കലും തസവുഫ് പഠിക്കലും. അല്ലെങ്കിൽ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് നമ്മൾ പറയും പോലെ തഫ്സീർ പറയണം. അത് ഏറ്റവും നല്ല പഠനമാണ്. സുഹൃത്തുക്കളെ, റമദാനിന്റെ തൊട്ടു മുമ്പിലാണ് നമ്മൾ ദ്വാരക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും വേണം. അപ്പൊ ഖുർആൻ പഠിക്കണം. പഠിക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ, പരിഭാഷയും വ്യാഖ്യാനവും തമ്മിലുള്ള മാറ്റം. ഇനി ഞാൻ ഒരു ചെറിയ ഉദാഹരണവും കൂടെ പറയട്ടെ. സമയക്കുറവുണ്ട്, ഒരു 15 ഇൻഷാ അല്ലാഹ് നിർത്തും. 8:15 അവസാനിപ്പിക്കും. ഇപ്പൊ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഒരു ചെറിയ ഉദാഹരണമാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഭാര്യമാര് നിങ്ങളുടെ ഉടയാടകളാണ്, നിങ്ങൾ അവരുടെയും ഉടയാടകളാണ്. ഇപ്പൊ ഇതിപ്പോ ഒരാളിങ്ങനെ തഫ്സീർ എടുത്തിട്ട്, അല്ല തർജമ എടുത്തിട്ട് അർത്ഥം നോക്കിയാല്, ട്രാൻസ്ലേഷൻ, ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് വ്യാഖ്യാനമല്ലാതെ വെറും ആ ഒരു ട്രാൻസ്ലേഷൻ മാത്രം എടുത്തിട്ട്, പരിഭാഷ മാത്രം എടുത്തിട്ട് ഖുർആനെ പരിചയപ്പെട്ടാൽ എന്തോ ഒരു പിടുത്തവും കിട്ടിയില്ല എന്ന് പറയും, അല്ലേ? ഭാര്യ ഭർത്താവിന്റെ മുണ്ടാണ്, ഭർത്താവ് ഭാര്യയുടെയും മുണ്ടാണോ? ഇങ്ങനെയാണ് പറയുന്നത്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. പണ്ട് തമാശക്ക് ചോദിച്ചത് ഓർക്കുകയാണ് ഞാൻ. നമ്മുടെ കല്ലൂര് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഞങ്ങളൊക്കെ ഓതുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ തമാശ പറഞ്ഞിട്ടായിരുന്നു ഗണന പ്രസംഗം നടത്തൽ. ഖുർആന് നേരെ അർത്ഥം വെക്കുകയാണ്, തഫ്സീർ വേണ്ട എങ്കിൽ ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മൗലവി? കല്യാണം കഴിഞ്ഞാൽ പിന്നെ തുണിയും കുപ്പായും ഒന്നും വേണ്ടാന്നാണോ എന്ന് ചോദിച്ചു. വെറുതെ തമാശയായിട്ട് ചോദിച്ചതാണ്. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന എന്ന് പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവർക്കും അറിയാം. അവിടെ അള്ളാഹു ഹുന്ന സിയാബുല്ലക്കും അൻതും സിയാബുല്ലഹുന്ന എന്നല്ല പറഞ്ഞത്. സിയാബാകുമ്പം, വസ്ത്രമാകുമ്പം അത് ടെക്സ്റ്റൈൽസിലാവാം, അയലിൽ കിടക്കാം, ഹാങ്ങറിൽ കിടക്കാം, പെട്ടിയിൽ കിടക്കാം, അപ്പോഴൊക്കെ വസ്ത്രം എന്ന് പറയാം. പക്ഷെ ലിബാസ് എന്ന് പറഞ്ഞാൽ മായുൽബാസ്, ശരീരത്തിൽ അണിയുന്നതിനാണ് ലിബാസ് എന്ന് പറയാം. അപ്പൊ ധരിക്കുന്ന ധാരിയും വസ്ത്രവും തമ്മിൽ എപ്പോഴും ടച്ച് ചെയ്ത് നിൽക്കും. നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരമായിട്ട് ഒട്ടിയാ നിൽക്കുക എന്നതുപോലെ ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെയും ശരീരം എത്ര അകന്നാണെങ്കിലും അവരുടെ ഖൽബ് പരസ്പരം കെട്ടുപിണഞ്ഞാണ് കിടക്കേണ്ടത്. അവരെപ്പോഴും മനസ്സുകൊണ്ട് ഒന്നായി കിടക്കണം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയത്തിന്റെ ഒക്കെ സൗന്ദര്യം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. രണ്ട് പുഴകൾ, രണ്ട് ധ്രുവങ്ങളിലൂടെ ഒഴുകിയിരുന്ന പുഴകൾ ഒഴുകി വന്ന് ഒന്നായി സംഗമിക്കുന്ന പ്രതിഭാസമാണ് കല്യാണം, വിവാഹം. അങ്ങനെ തന്നെ ആവണം. അപ്പൊ ശരിക്ക് ഈ ലിബാസ് എന്ന് പറയാൻ കാരണം ഭാര്യയും ഭർത്താവും എത്രമാത്രം അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം എന്ന് അറിയിക്കാനാണ്. ഇനി മറ്റൊരു പാഠം, വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? അലങ്കാരത്തിന്, അല്ലെ? വസ്ത്രത്തെപ്പറ്റി സീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം സീനത്താണ്, അലങ്കാരാണ്. അപ്പൊ ഒരാണിനും പെണ്ണിനും അവരുടെ അലങ്കാരാണ് ഇണയും തുണയും. ഒരാണിന് ഒരു പെണ്ണ്, പെണ്ണിനൊരാണ്. ഇത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതുണ്ടെങ്കിലേ ജീവിതത്തിന് ഒരു അഴകുള്ളൂ, അന്തസ്സുള്ളൂ, അലങ്കാരമുള്ളൂ. അല്ലെങ്കിൽ ജീവിതം മുരടിച്ചതാണ്. അത് ഫ്രീ സെക്സ് ഗുരു ഓഷോക്ക് തിരിയാത്തതാണ്. ഓഷോക്ക് തിരിയാത്തതാണ്. അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നത് വലിയ ഒരു
ആദർശമായി പറഞ്ഞു നടക്കുന്നവർക്കൊക്കെ തിരിയാത്തതാണ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ കല്യാണം കഴിക്കാത്തത് വലിയൊരു ആദർശവാദമായിട്ട് തോന്നുക ഒരു 70 80 കഴിഞ്ഞ് സുഖമില്ലാതെ മൂലയിലിരുന്ന് ചുക്കുവെള്ളം കുടിക്കുന്ന കാലത്താണെന്ന് അയാൾ എഴുതിയിട്ടുണ്ട്. അന്ന് തിരുത്തു അത്. ഇതൊരു വലിയൊരു ആദർശമൊന്നും ആയിരുന്നില്ല എന്ന് അന്ന് തിരുത്തുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കഥയിൽ എഴുതിയിട്ടുണ്ട്. കല്യാണം കഴിക്കണം എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിനൊരു ഹരം ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, രസമുണ്ടാവണമെങ്കിൽ, അലങ്കാരവും ഭംഗിയും ഉണ്ടാവണമെങ്കിൽ ഇണയും തുണയും വേണം. ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന എന്നുള്ളതിന്റെ അർത്ഥതലങ്ങളായി പറയുന്നത്. പിന്നെയോ വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? നമ്മുടെ പോരായ്മകളും ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും മറച്ചു പിടിക്കാൻ ആണ്, അഴകിന് മാത്രമല്ല. ഇപ്പൊ നമ്മളിൽ പലരും ഡ്രസ് അഴിച്ചാൽ അഴകുണ്ടാവൂല. നേരത്തെ ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലെ? ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ഇതുപോലെ സുഖമായിട്ട് പരസ്പരം കാണുന്നതും ഇരിക്കുന്നതൊക്കെ ഡ്രസ് ഉടുത്തത് കൊണ്ടല്ലേ. ഡ്രസ്സാണ് അഴിച്ചിട്ടാൽ നമ്മളൊക്കെ കണ്ണിയും മൂലേ. അങ്ങനെ തന്നെയാണ്, പിന്നെ കാണാൻ പറ്റില്ല, അഴകുണ്ടാവൂല. രണ്ടാമത്തേത്, ഡ്രസ് അഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ പല അഴിബുകളും പുറത്തു കാണിക്കും. എന്ന് പറഞ്ഞാൽ പലരുടെയും ശരീരത്തിൽ കഴയും മുഴയൊക്കെ ഉണ്ടാവും അല്ലെ, കറുത്ത പുള്ളിയും വെളുത്ത പുള്ളിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാകും. ഈ ഹജ്ജിനൊക്കെ മുട്ടയടിക്കുമ്പോൾ ആ പലരുടെയും തലയുടെയൊക്കെ ഡാമേജ് ശരിക്ക് കാണുക. അപ്പോഴാണ് ആ മുടി എന്ന അനുഗ്രഹമൊക്കെ ശരിക്ക് തിരിച്ചറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡ്രസ്സ് അങ്ങോട്ട് ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കാണാൻ പിന്നെ ഒരു കോലവുമില്ല. അവന്റെ എല്ലാ അയബുകളും പുറത്തു കാണിക്കും. അപ്പൊ ഹുന്ന ലിബാസുല്ലക്കും അന്തുൽ ലിബാസുല്ലഹുന്ന എന്നതിന് മഹാന്മാർ കൊടുത്ത വ്യാഖ്യാനങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഭാര്യ ഭർത്താവിന്റെ ന്യൂനതകൾ, പോരായ്മകൾ, കുറ്റങ്ങളും കുറവുകളും മറച്ചുവെക്കണം. ഭർത്താവ് ഭാര്യയുടേതും മറച്ചുവെക്കണം. ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന. ഞാൻ പറയുന്നത്, ഈ ഒരു ചെറിയ വാക്യത്തിന് ഇത്ര വലിയ വിശദീകരണങ്ങളും അർത്ഥതലങ്ങളും ഉണ്ടെങ്കിൽ അത് തഫ്സീറില്ലാതെ കിട്ടൂല എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ പഠനം തഫ്സീറായിരിക്കണം, ഒരിക്കലും പരിഭാഷ വായിക്കലാവരുത്. ഇനി മൂന്നാമത്തേത് തസ്കിയത്താണ്, ഇമാമത്തുൽ ഖുർആനാണ്. ഖുർആന് ലീഡർഷിപ്പ് വിട്ടുകൊടുക്കുക. എന്റെ കുടുംബജീവിതം, എന്റെ കച്ചവടം, എന്റെ ജോലി, എന്റെ അടക്കങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് ഖുർആനായിരിക്കണം. അൽ ഖുർആനു ഇമാമി എന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കണം എന്റെ ജീവിതം. ഇതിനും പറ്റിയ മാസാണ് റമദാൻ. ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, കളവ് പറയാതെ, ഹറാമ് പിടിച്ചു പറിക്കാതെ, ഹറാമ് സമ്പാദിക്കാതെ, ഹറാമിൽ ചെലവാക്കാതെ, അങ്ങനെ കൃത്യമായി ജീവിച്ചു വരണം എന്നർത്ഥം. അതാണ് ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത്. കുടുംബജീവിതം, അയൽപക്ക ബന്ധം, സന്താന പരിപാലനം ഒക്കെ ഖുർആൻ പറഞ്ഞതുപോലെ ആവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ 3 കാര്യങ്ങളാണ് ഖുർആനോടുള്ള ബാധ്യത എന്ന് എവിടെയാ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല 2 സ്ഥലത്ത് ഖുർആനിൽ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചത് എന്തൊരു ദൗത്യത്തിന് വേണ്ടിയാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. 3 കാര്യം അവിടെ വന്നു. തിലാവത്തുൽ ഖുർആൻ, ദിറാസത്തുൽ ഖുർആൻ, ഇമാമത്തുൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ അതാണ് യത്ലു അലൈഹിം ആയാതിക. ദിറാസത്തുൽ ഖുർആൻ, ഖുർആൻ പഠനം, അതാണ് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഖുർആനും ഖുർആന്റെ ആശയവും, ഹിക്മത്ത് എന്ന ഖുർആന്റെ ആശയമാണ്, അതാണ് ഹദീസ് വിശദീകരണം. അത് ജനങ്ങളെ പഠിപ്പിക്കണം. പിന്നെ വയുസക്കീഹിം, ആ ഖുർആൻ വെച്ച് ജനങ്ങളെ സംസ്കരിക്കണം. മുത്തുനബി ഈ 3 കാര്യങ്ങളാ ചെയ്യാനുള്ളത്. നമ്മളും ഖുർആൻ ഓതണം, ഖുർആന്റെ ആശയം പഠിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അതാണ് ഖുർആന്റെ മാസമായ റമദാനിൽ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു ചെറിയ മാർഗമാണ് നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചത്. സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ ഖുർആൻ ഇത് ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് വലിയ ഗൈഡാണ്, മാർഗദർശനമാണ് ഖുർആൻ. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് മൊത്തം. എങ്ങനെ കുടുംബജീവിതം, എന്തു വിശ്വസിക്കണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് നിസ്കരിക്കണോ, നോമ്പ് നോൽക്കണോ, ഖുർആൻ ഓതണോ, എല്ലാം ചർച്ച ചെയ്യുന്നു. ഹുദല്ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, മാനവ
കുലത്തിന് മൊത്തം മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താ ആദ്യം പറഞ്ഞത് തന്നെയല്ലേ ആ പറയുന്നതല്ല. ആദ്യം പറഞ്ഞത് മൊത്തത്തിൽ ആഗോള ജനതക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. നിസ്കരിക്കണം, നോമ്പൊൽക്കണം, ഖുർആൻ ഓതണം, ഹജ്ജ് ചെയ്യണം, കുടുംബ ബന്ധം പുലർത്തണം, ഇങ്ങനെ പറയാണ് മൊത്തത്തിൽ. ഇനിയോ നിസ്കരിക്കണം, നോമ്പൊൽക്കണം, ഖുർആൻ ഓതണം, ഹജ്ജ് ചെയ്യണം, കുടുംബ ബന്ധം ചേർത്തണം. അതെങ്ങനെ? എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പൊൽക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ കുടുംബ ബന്ധം ചേർത്തണം? അതൊക്കെ ഖുർആനിലുണ്ടോ? അതുണ്ട്. ഹജ്ജിനെ പറ്റി പേജുകൾ വിശദീകരിക്കുന്നുണ്ട്, ഹജ്ജിനെ പറ്റി പേജുകൾ പറയുന്നുണ്ട്, എങ്ങനെയാ ഹജ്ജ് ചെയ്യേണ്ടത്. നിസ്കാരത്തിനെ പറ്റി പലയിടത്തും പറയുന്നുണ്ട്. നോമ്പ് 1.5 പേജ് ഇവിടെ കിടക്കുന്നു, നോമ്പിനെ പറ്റിയുള്ള വിശദീകരണം. അപ്പോ വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മൊത്തത്തിലൊരു നിർദ്ദേശം മാത്രമല്ല, അതാണ് ആദ്യം പറഞ്ഞത്, മൊത്തത്തിലുള്ള നിർദ്ദേശം. ഇനി പറയാണ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സുവ്യക്തമായ പാഠങ്ങളാണ് വിശുദ്ധ ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഡീറ്റെയിൽ ആയിട്ട് പലയിടത്തും കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലത് മൊത്തത്തിലായിരിക്കും പറയാം. മൊത്തത്തിൽ പറഞ്ഞാൽ അതും ഖുർആന്റെ പാഠങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരം ളുഹർ 4 റക്അത്താണെന്ന് ഖുർആനിലുണ്ടോ? ഒരാൾ ചോദിക്കുകയാണ്. അസ്ർ 4 റക്അത്താണെന്ന് ഖുർആനിലുണ്ടോ? എന്താ മറുപടി? വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, രണ്ടും പറഞ്ഞു. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ ഹുദൽ ലിന്നാസിൽ അത് ഉൾപ്പെടും. അതെങ്ങനെ? എത്ര റക്അത്താ ളുഹർ നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആനിലുണ്ട്. എങ്ങനെ ഉണ്ട്? ഖുർആനിൽ നോക്കിയാൽ കാണൂല. ളുഹർ എന്ന നിസ്കാരം തന്നെ പരാമർശിച്ചിട്ടുണ്ടാവൂല. നിസ്കാരം പറയുന്നുണ്ടാകും, 5 വക്ത് നിസ്കാരവും പറയുന്നുണ്ടാവും. 5 വക്ത് നിസ്കാരം തന്നെ നമ്മൾ ഗവേഷണം നടത്തി കണ്ടെത്തിയെങ്കിലേ കാണാൻ പറ്റുള്ളൂ. നിസ്കാരങ്ങളുടെ പേരുകൾ പറയുന്നില്ല, റക്അത്തുകളുടെ എണ്ണങ്ങൾ പറയുന്നില്ല. പിന്നെ എങ്ങനെയാ ഇതുണ്ട് എന്ന് പറയാം? അതെ, അതിന് അല്ലാഹു തആല മൊത്തത്തിലൊരു നിർദ്ദേശം അപ്പുറത്ത് പറഞ്ഞു വെച്ചു. അതൊക്കെ ഹദീസ് എന്നാ കിട്ടുക എന്നാ നമ്മൾ പറയാം. ഹദീസ് ഖുർആന്റെ വിശദീകരണമാണ്. അതെവിടെയാ പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുത്തുനബി കാണിച്ചു തന്നത്, മുത്തുനബി പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ പിന്തുടരണം, അരുതെന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കണം. ഇതിലെല്ലാം പെട്ടു. ആ ഒരു വാക്ക് എത്ര വലിയ വാക്കാ! ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 16, 17, 18 കൊല്ലമായിട്ടുണ്ടാവും അദ്ദേഹം വഫാത്തായിട്ടുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ മജ്മയിൽ വന്നിട്ട് 23 കൊല്ലമായി. മജ്മയിൽ വന്ന് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് വഫാത്തായിട്ടുണ്ട്. അപ്പോൾ 30 കൊല്ലം ആയിട്ടുണ്ടാവും അദ്ദേഹം വഫാത്തായിട്ട്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മിസ്റിലാണ് അദ്ദേഹം ഉള്ളത്. ഈജിപ്ഷ്യൻ പണ്ഡിതനാണ്. ഇങ്ങനെ ഖുർആൻ പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ഖിദ്മ. അതായിരുന്നു ഖുർആൻ പ്രഭാഷണം. ഇപ്പോഴും നിങ്ങൾക്ക് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി അടിച്ചു നോക്കിയാൽ ധാരാളം പ്രഭാഷണങ്ങൾ കിട്ടും. നല്ല പ്രഭാഷണങ്ങൾ, അറബിയിലായിരിക്കുന്നു മാത്രം, നല്ല പ്രഭാഷണം. അദ്ദേഹം ഒരിക്കല് ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു യുക്തിവാദി ചോദിച്ച ഒരു ചോദ്യം പറയുന്നുണ്ട്. അദ്ദേഹം, നിങ്ങള് ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കണ്ടു, ഈ ഭൂമി ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള കൗനിലുള്ള മാഫിൽ കൗൻ, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വിഷയങ്ങളും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊന്നും ചെറുതും വലുതും പരാമർശിക്കാതെ വിട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞത് കേട്ടപ്പോ ഇങ്ങനെയൊക്കെ നിങ്ങൾ അസംബന്ധം പറയാമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇയാൾ പറയാം, ഖുർആനിൽ എല്ലാ വിഷയവും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഏത് സാധാ വിഷയങ്ങളും ഖുർആനിലുണ്ടോ? ഉണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ഹോട്ടലിലാണ് ഇരിക്കുന്നത്, ആ ഹോട്ടലിൽ അപ്പുറത്ത് ഒരു പ്ലേറ്റില് അപ്പങ്ങൾ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട്, വെള്ളപ്പാവ അല്ലെങ്കിൽ നൂലപ്പാവ, ഏതുവാവ, അങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ അതിലേക്ക് ചൂണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചത്രേ, ആ പാത്രത്തില് എത്ര നൂലപ്പമുണ്ട് അല്ലെങ്കിൽ വെള്ളപ്പമുണ്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയണം. ഇത് കുറച്ച് കെണീസാണല്ലോ അല്ലെ? ഈ ചോദ്യം ശരിക്കും ഞെരുക്കുന്ന ചോദ്യമാണ്. എന്തുണ്ട് എന്ന് പറയും ചെയ്തു. ഇയാൾ പറഞ്ഞു, ഓ അതെനിക്ക് ഖുർആൻ
ഖുർആൻ ബേസ് ചെയ്തിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ എനിക്ക് സാധിക്കും. അത് ഖുർആൻ അനുസരിച്ച്, ഖുർആൻ പറഞ്ഞതനുസരിച്ച് അത് എത്രയാണെന്ന് അറിയാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു ഇയാൾ. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങളൊന്ന് പറയും, നിങ്ങളെ ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ടൊന്ന് പറയും അത് എത്ര ഉണ്ട്. അപ്പൊ ഇയാള് അവിടെ ഓടി നടന്ന് സപ്ലൈ ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ആ പാത്രത്തിൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. ആ പാത്രത്തിൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എത്ര ഉണ്ടാവുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു ഇത്ര എണ്ണം ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇയാൾ ചോദിച്ചു, അത് ഖുർആനാ? അപ്പൊ പറഞ്ഞു, അതെ, വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇതെന്റെ ഖുർആൻ എന്നെ പഠിപ്പിച്ചതാണ്. ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം. അതറിയുന്ന ആളോട് ചോദിക്കാൻ ഖുർആൻ പഠിപ്പിച്ചതാണ് എന്നെ. ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇപ്പൊ അത് പറഞ്ഞത്. ഇയാൾ അന്തം വിട്ടു വാ പൊളിച്ചു നിന്നു. കാരണം കൃത്യമായ മറുപടിയാണ്, കൃത്യമായ മറുപടിയാണ്. അതറിയുന്നവനോടാണ് അത് ചോദിക്കേണ്ടത്, അല്ലെ? ഓരോന്നും അതറിയുന്നവനോടല്ലേ ചോദിക്കേണ്ടത്, അവർക്കല്ലേ അതറിയാം. അപ്പൊ ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല ഖുർആന്. അതാണ് ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞത്. ചിലയിടത്ത് മൊത്തത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും, ചിലയിടത്ത് തലനാരിഴ കീറി സർവിത സർവണം നടത്തിയിട്ടുണ്ടാകും. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ റമദാൻ മാസത്തിൽ ഖുർആൻ നന്നായിട്ട് ഓതണം, പഠന ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും നമ്മൾ മുന്നോട്ട് വരണം. സമയം വൈകി, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.